ഇസ്രയേലിൽ അള്ളാഹു നൽകിയൊരു ശിക്ഷ. ഇതാ ഇസ്രയേലിലെ ഫലസ്തീൻ കീഴടക്കി, അവർ പലസ്തീൻ ഭാഗത്ത് കീഴടക്കിയ ത്വബിരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അവിടുത്തെ ആളുകൾക്കിടയിൽ കൊടുത്തൊരു ശിക്ഷ. ഈ ഇസ്രയേലികൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു വിഭാഗമാണ്. ആരെന്ന് പറഞ്ഞാലും ഓർക്ക് തോന്നിയ പോലെ ഇത് മൂസാ നബിയുടെ കാലത്തുള്ള അവസ്ഥ തന്നെ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാനൊരു വാർത്ത കണ്ടു, അൽ ജസീറ ചാനലിലെ വാർത്തയാണ്. ഭയങ്കര ഷോക്കിംഗ് ആയി. ഇസ്രയേലിൽ അള്ളാഹു നൽകിയൊരു ശിക്ഷ. അതായത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ചാനലിൽ വന്നതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെ ഭാവന സൃഷ്ടിയാണ്, ഇതൊന്നുമല്ല. അൽ ജസീറ ചാനലിൽ വന്നൊരു വാർത്തയാണ്. നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ട്. ഇസ്രയേലികൾക്ക് അള്ളാഹു ഒരുപാട് ശിക്ഷ കൊടുത്തത്. മൂസാ നബിയുടെ കാലത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായി, അതേപോലെ ചെള്ളുകളുണ്ടായി, തവളകളുണ്ടായി, രക്തത്തിൻ്റെതുണ്ടായി, പേനുകളുണ്ടായി, ഇങ്ങനെ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ ഇസ്രയേലിലെ ഫലസ്തീൻ കീഴടക്കി, അവർ പലസ്തീൻ ഭാഗത്ത് കീഴടക്കിയ ത്വബിരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അവിടുത്തെ ആളുകൾക്കിടയിൽ കൊടുത്തൊരു ശിക്ഷ. ആ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിക്കടിയിൽ നിന്ന് ജീവനുള്ള പാമ്പുകൾ ഇങ്ങനെ വരിക. ഒരുപാട് പേർക്ക് പാമ്പ് കടി ഏൽക്കുക. അതായത് അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു കുട്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ വെള്ളത്തിൻ്റെ ആ പാത്രത്തിനുള്ളിൽ പാമ്പ്, ബാത്റൂമിൽ പോയാൽ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ പാമ്പ്, ഇങ്ങനെ കല്ലുകൾക്കിടയിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് പാമ്പുകൾ വരുന്നൊരു സംഭവം. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോക്ക്. അതായത് ഇത് ഞാൻ പറയുന്ന ഒന്നല്ല, അൽ ജസീറ ചാനലിൽ വന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഭൂമിക്കടിയിൽ നിന്നാണ് ഈ പാമ്പുകൾ തഖ്റുജു മിൻ തഹ്തിൽ അർളി, അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. റഗിബത്ത് ഐഷുഹു മദീനത്തെ ത്വബിരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഷമാലി ഫലസ്തീൻ മുഖ്തല ലാഹിറത്തുൻ ഖൈറു മഅലൂഫത്തുൻ വ മുഖൽഖലത്തുൽ ഖയാത്തി വഹിയ ളുഹൂർ സആബീന ബിശക്ലി ശബ്ബഹ് യൗമിയ ദാഖിൽ മനാസിൽ വസ്സലാലം വസാഹാത്തി, മുറ്റത്തും മതിലിനിടയിലും കല്ലുകൾക്കിടയിലൊക്കെ ഉണ്ട്. ആ സഹീഫത്തുൽ ഇസ്രായേലിയ കശഫത്തൻ ബലാഗാത്ത്, ഇത് ഇസ്രായേലി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാണ്. ബി ളുഹൂരി സആബീന ദാഖിൽ മനാസിൽ, വീടുകൾക്കുള്ളിലാണ് ഈ പാമ്പുകൾ. തഖ്റുജു മിൻ ബാത്തുൽ അർളി ബഅദു ഹദീസൽ വിലാദ, ചിലതൊക്കെ പ്രസവിച്ച ഉടനുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഖൈറ ഹിലാലി ഷഹരിൽ മാദി, കഴിഞ്ഞൊരു മാസത്തിനിടയിലാണ് ഈ സംഭവം. വഹ്ദഹു അലാ അക്സരി മിൻ 20-ലധികം പാമ്പുകൾ എങ്ങനെ കണ്ടെത്തിയതാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യണത്. നഖലത്ത് സഹീഫത്ത് ഷഹാത്തൽ മുസ്തൗത്തിനീന, എന്നിട്ട് തദ്ദേശീയരായ ആളുകൾ ഇതൊക്കെ നീക്കം ചെയ്യുകയായിരുന്നു. ഹൗല ദുഹൂരി സആബീന ഫിൽ മതാബിഖി വഅറഫ, അതായത് അടുക്കളയിൽ വരെ ഈ പാമ്പുകൾ വരുന്നുണ്ട്. ഒരു കുട്ടി ഉണർന്നിട്ട് വെള്ളം കുടിക്കാൻ പോയപ്പോൾ അവനും എന്ത് കണ്ടു? പാത്രത്തിൽ പാമ്പിനെ കണ്ടു, അടുക്കളയിൽ കണ്ടു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഒരുത്തൻ പാമ്പിനെയും കൊന്നുകൊണ്ട് നിൽക്കണം. അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പാമ്പിനെ കൊണ്ട്. ഈ പാമ്പ് ഭൂമിക്കുള്ളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ മാധ്യമത്തിൽ അൽ ജസീറ ചാനലിൽ വാർത്തകൾ വന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഇവർക്ക് ആദ്യം ഒരു വെള്ളപ്പൊക്കം കൊടുത്തു. മൂസാ നബിയുടെ അനുസരണ കാണിച്ചിട്ട് മൂസാ നബിയോടൊപ്പം നടക്കാന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ഈ സമൂഹത്തിന് അള്ളാഹു പരീക്ഷിച്ചതാണ്. അങ്ങനെ പിന്നെ പടച്ചവനോട് വന്ന് ദുആ ചെയ്ത് മൂസാ നബിയോട് വന്ന് മാപ്പ് പറഞ്ഞു. പിന്നീട് അവർ വീണ്ടും നല്ലവരായി. അങ്ങനെ അവർ ആ രീതിയിലൊക്കെ നല്ലവരായപ്പോൾ പിന്നീട് വീണ്ടും ഒരു വിടക്കായി. അപ്പോൾ അവർക്ക് വെട്ടുകിളി വന്നു. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ചെറിയ അറേബ്യൻ നാടുകളിലും മരുഭൂ പ്രദേശങ്ങളിലൊക്കെ ചെറിയ പാറ്റ പോലെയുള്ള കിളികളാണ്. വെട്ടുകിളികൾ തിന്നാലോ. ഈ വെട്ടുകിളി ഇവരുടെ കൃഷികളും എല്ലാം നശിപ്പിച്ച് അവരുടെ മുച്ചൂടം മുടിച്ചു. അതായിരുന്നു പിന്നെ പരീക്ഷണം. വീണ്ടും അവർ മൂസാ നബിയോട് വന്ന് കരഞ്ഞ് ദുആ ചെയ്ത് നന്നായി. ആ നന്നായതിനു ശേഷം അവർക്ക് പിന്നീട് വന്ന മറ്റൊരു ശിക്ഷ ചെള്ളുകളായിരുന്നു. ചെള്ളുകൾ എന്ന് പറഞ്ഞത് പുഴുക്കളാണോ പ്രാണികളാണോ പേനുകളാണോ പല അഭിപ്രായമുണ്ട്. എന്തായാലും ചെള്ളുകൾ, അത് പേനായിട്ടും ഭക്ഷണത്തിലും നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ചെള്ള്. ഭക്ഷണം തുറന്നു കഴിഞ്ഞാൽ അതിൽ ചെള്ള്, എല്ലാത്തിലും. ഇപ്പം ഈ പാമ്പിൻ്റെ ശിക്ഷ എങ്ങനെ കൊടുത്തോ ഇതേപോലെ തന്നെ ചെള്ളുകൾ. ഒടുവിൽ അവർ മൂസാ നബിയോട് വന്ന് കരഞ്ഞ് പറഞ്ഞ് ദുആ ചെയ്തപ്പോഴാണ് അതിൽ നിന്ന് മാറ്റം കിട്ടിയത്. പിന്നീട് വീണ്ടും അവർ പ്രശ്നങ്ങളിലാക്കി. പിന്നീട് തവള, ഈ തവളയാണ് മൊത്തം ഭക്ഷണത്തിലൊക്കെ തവള. ഒന്ന് ആലോചിച്ചിട്ട് നമ്മളെ ചിലരൊക്കെ ബാത്റൂമിൽ തവള ഉണ്ടാവും, പിന്നെ ബാത്റൂമിൽ കയറാൻ പറ്റൂല. അങ്ങനെ തവളകൾ വന്നുകൊണ്ടിരിക്കുക. ഭക്ഷണത്തിൽ ഉണ്ടാക്കി അടച്ചിട്ട പാത്രത്തിൽ എല്ലാത്തിലും തവളകളോട് തവളകൾ. ഇടങ്ങറായിട്ട് ജീവിക്കുക. ഈ സാഹചര്യമൊക്കെ ഒരു മുമ്പ് കൊടുത്തതാ. പിന്നീട് രക്തമായി. അതിൽ നിന്ന് ഒരു മോചനം തേടി നന്നായിട്ട് വീണ്ടും ഒരിക്കലും ഒരു കരാറ് പാലിക്കൂലല്ലോ. ഈ ഇസ്രയേലികൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു വിഭാഗമാണ്. ആരെന്ന് പറഞ്ഞാലും ഓർക്ക് തോന്നിയ പോലെ ഇത് മൂസാ നബിയുടെ കാലത്തുള്ള അവസ്ഥ തന്നെ എങ്ങനെയാണ്. പിന്നെ ബ്ലഡായി.
എല്ലാത്തിലും ബ്ലഡ്. എങ്ങനെ ബ്ലഡ്? ഇതേപോലെ ഞാൻ പറഞ്ഞ ചരിത്രം ആവർത്തിക്കാട്ടോ. ഇതൊക്കെ നമ്മൾ കഥകളിൽ വായിച്ച അനുഭവങ്ങളാണ്. ഇപ്പം ഞാനീ പറഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെയും വെട്ടുകിളിയുടെയും ചെള്ളിൻ്റെയും തവളയുടെയും രക്തത്തിൻ്റെയും ഒക്കെ പരീക്ഷണങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ, നമ്മുടെ വിശ്വാസ ഗ്രന്ഥങ്ങളിലുള്ള കഥകളാണ്. ഇത് ബൈബിളിൽ ഈ കഥകളുണ്ട്, പുറപ്പാട് പുസ്തകത്തിലുണ്ട്, എന്താ പറയുക, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇന്ന് ആധുനിക ലോകത്ത് പാമ്പിൻ്റെ രൂപത്തിൽ ഈ ജനതയെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ വളരെ ക്രൂരതലാട്ടോ. ഇവർ ഒക്ടോബർ 7 അന്ന് അങ്ങോട്ട് ആക്രമിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന വെസ്റ്റ് ബാങ്കിലൊക്കെ ചെയ്യുന്ന അവിടുത്തെ ഒലിവ് കൃഷികൾ നശിപ്പിക്കുക, ആടുകളെ കൊല്ലുക, ഏതൊക്കെ തരത്തിൽ പലസ്തീൻകാരെ കൊല്ലാനുള്ളതൊക്കെ അവർ ചെയ്യും. ഒരു തരത്തിലുള്ള ഒരു മനസാക്ഷി ഇവർക്കില്ല. ഇവർക്ക് ഇപ്പോൾ തുബരിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിലല്ല, ചാനലിൽ വന്ന ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒന്നാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, പരീക്ഷണം പാമ്പിൻ്റെ രൂപത്തിൽ നിന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീടുകളിലൊക്കെ തുറന്നു നോക്കുമ്പോൾ ഈ പാമ്പ് ഒരു അവസ്ഥയാണെങ്കിൽ, ഏതോ ഇംഗ്ലീഷ് സിനിമ ഉണ്ട് ഇങ്ങനെ ഒരു പാമ്പ്, ഏതോ ഒരു ദ്വീപിൽ വെച്ചൊരു പാമ്പിനെ കൊല്ലുന്നു. ആ പാമ്പിൻ്റെ ശാപം കാരണം പിന്നീട് സഞ്ചരിക്കുന്ന ദ്വീപിൻ്റെ അടുത്ത് കൂടി പോകുന്ന കപ്പലിലൊക്കെ എല്ലായിടത്തും പാമ്പ്, ബെഡ്റൂമിൽ പാമ്പ്, ഭക്ഷണത്തിൽ പാമ്പ്. വല്ലാത്തൊരവസ്ഥയാണ്. അതൊരു പരീക്ഷണമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു സിനിമ തന്നെ മുമ്പ് ഇറങ്ങിയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റൂല എന്ന്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഇസ്രായേലുള്ളത്. എന്തായാലും എനിക്ക് ഈ വാർത്ത അൽ ജസീറയിൽ വന്നപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് പടച്ച റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? പടച്ച റബ്ബിൻ്റെ പരീക്ഷണമാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കതെങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. കാരണം ഇസ്രായേലി മാധ്യമങ്ങളടക്കം അതങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരൊരു ഉത്തമ സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് മറ്റുള്ളവരെ മേത്ത് കുതിര കയറുന്നതാണ്. പിന്നെ കുറേ മുസ്ലിംസും ഇവരുടെ മേൽ കുതിര കയറാറുണ്ട്. വെറുതെ ജൂതനാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ അടിച്ചോടിക്കുക. എന്താ അതിൻ്റെ ആവശ്യമുള്ളത്? തെറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എതിർക്കണം, അതിനോട് പോരാടണം, അല്ലെങ്കിൽ അതിനെ വിമർശിക്കണം. അതിനപ്പുറം ജൂതനാണ് ജനിച്ചത് എന്നുള്ളത് മാത്രം കൊണ്ട് അവരെ വിമർശിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇത് പടച്ച റബ്ബ് കൊടുത്തൊരു ശിക്ഷയാണെന്ന് അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അൽ ജസീറയിലെ വീഡിയോ എടുത്ത് അയച്ചെന്നപ്പോൾ ശരിയാണോ എന്നറിയാൻ അൽ ജസീറ ചാനൽ ഞാൻ നോക്കി. അൽ ജസീറ ചാനലിൽ കറക്റ്റായിട്ട് ഈ വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും അതിലുള്ള ആളുകളുടെ കമൻറ്റൊക്കെ ചെയ്തത് പടച്ചറമ്പ് കൊടുക്കുന്ന ഒരു പരീക്ഷണമാണെന്ന രീതിയിലാണ്. എന്തായാലും ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ലോകാവസാനം വരുമ്പോൾ ഇവർ മുഴുവനും ഓരോന്നിനും കണക്ക് പറയേണ്ടി വരുന്നുള്ളത് ഹക്കാണ്. കാരണം അത്രയും തമ്മാടിത്തരങ്ങൾ ഇവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.